Today we are going to discuss two topics. One is supply and elasticity of supply, and later on we will discuss with the demand and supply in practice. So first of all, we have to see what is supply. Last time we studied what demand is. Today we are going to see what supply is. Supply means the quantity of a commodity that the producers are willing to produce and sell. They have to produce first, then only they will be able to sell it. And they will sell it at different prices on different time. So price is there, time is there. Also, they should have that willingness to sell that particular commodities. So it has got certain features. What are they? Supply is always expressed in quantitative terms. Say, for example, 1 kilo or 100 grams, whatever it is always expressed in quantitative terms. Second one is, it is always expressed in terms of a price. A supplier or a producer is willing to supply a particular commodity only at a price. ഒരു വിലയ്ക്ക് മാത്രമേ അദ്ദേഹം വിൽക്കുള്ളൂ. ആ വില അദ്ദേഹത്തിന് സ്വീകാര്യമല്ല എങ്കിൽ അദ്ദേഹം വിൽക്കില്ല. Nobody can force it. Therefore, always supply has got a reference to the price at which that commodity is actually being supplied. Then, supply is not at a point of time. It is a flow. That means it is expressed to a unit of time, which may be a day, a week, or a month. 100 രൂപ ആപ്പിളിനുള്ളപ്പോൾ ജാനുവരി മാസത്തിൽ, അത് ഒരു ദിവസമല്ല, ജാനുവരി മാസത്തിൽ ഒരു 50 ക്വിൻ്റൽസ് ആപ്പിൾ അവർ വിൽക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ അവർ വിറ്റു. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് ഓൾവേസ് എ ഫ്ലോ ആൻഡ് നോട്ട് എ സ്റ്റോക്ക്. Now, what are the determinants of supply? സപ്ലൈയെ ബാധിക്കുന്ന, സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഞാനിവിടെ 5 എണ്ണം ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രൈസസ് ഓഫ് ദ കമോഡിറ്റി ദാറ്റ് ഈസ് സപ്ലൈഡ്. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചാരിറ്റി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലക്ഷ്യം ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ല. വാട്ട് ഹി വാണ്ട്സ് ഈസ് ദ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു ഏതാണോ അതിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ട് സപ്ലൈ ചെയ്യും. വില കുറഞ്ഞു പോയാൽ അദ്ദേഹം അതനുസരിച്ച് അതിൻ്റെ സപ്ലൈ, യു വിൽ നെവർ ഗോ ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് പോവില്ല, പക്ഷേ ക്വാണ്ടിറ്റി സപ്ലൈഡ് അതനുസരിച്ച് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. രണ്ടാമത്തേത് പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾക്കറിയാം, ഏത് വസ്തു ഉൽപ്പാദിപ്പിക്കും, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നത്തിങ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഔട്ട് ഓഫ് നത്തിങ്. വി നീഡ് ദ ഹെൽപ്പ് ഓഫ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളുടെ വില കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന മാർജിൻ അത് കുറഞ്ഞു വരും. അപ്പോൾ പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ അദ്ദേഹം ഏത് വസ്തുവാണ് അദ്ദേഹം ആ കോസ്റ്റ് ഉൽപാദന ഘടകങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതനുസരിച്ച് അതിൻ്റെ ഇത് കുറയും. ദെൻ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന, പണ്ട് കുറേ ആളുകൾ റേഡിയോ ഉൽപ്പാദിപ്പിച്ചു. അവരെല്ലാം പറഞ്ഞിരുന്നു, എൻ്റെ ഫാദർ എനിക്ക് തന്നിരിക്കുന്ന ഒരു ബിസിനസ്സാണ് റേഡിയോ, അത് ഞാൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നതാണ്, അത് കാരണം ഞാൻ റേഡിയോ മാത്രം ഉൽപ്പാദിപ്പിക്കുള്ളൂ. പക്ഷേ റേഡിയോന് പകരമായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് കൂടി. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ റേഡിയോ ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറച്ചു. ദേ സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ്. ആദ്യം അന്നത്തെ നിലയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരിക്കണം, അല്ലെങ്കിൽ കളർ TV ആയിരിക്കണം. അപ്പോൾ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ് ദാറ്റ് വിൽ ഓൾസോ ഡിറ്റർമിൻ ദ സപ്ലൈ ഓഫ് എ കമോഡിറ്റി. Then the state of technology. You know that modern day technology plays a very, very important role. ആ ടെക്നോളജി, പുതിയ ടെക്നോളജി വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കുറക്കാനാണ് അദ്ദേഹത്തിനെ സഹായിക്കുകയാണെങ്കിൽ, then he will accept that technology and he will produce more. Why? കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് അതുകൊണ്ട് കുറഞ്ഞു വരും, അദ്ദേഹത്തിൻ്റെ ലാഭവിഹിതം ഗണ്യമായിട്ട് കൂടി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഗോൾസ് ഓഫ് ദ പ്രൊഡ്യൂസർ. ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകളുണ്ട്, ആദ്യം തന്നെ ഉൽപാദന മേഖലയിൽ രംഗത്ത് വരുമ്പോൾ അവർ മാക്സിമം ലാഭം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കില്ല. ചിലപ്പോൾ ലോക്കലായിട്ട് അവർ ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഗണ്യമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യും. നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ലിവിങ് ഇൻ എൻ ഇയർ ഓഫ് ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ്.
അപ്പം അദ്ദേഹം സാവധാനം അഡ്വർടൈസ് ചെയ്ത് ലോങ് റണ്ണിൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ചിലപ്പോൾ ശ്രമിക്കും. അപ്പോൾ എപ്പോഴും ദ ഗോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ആദ്യം തന്നെ അദ്ദേഹത്തിന് പരമാവധി ലാഭം വേണമെന്ന് പറയും. കൊടുക്കുക, ഫ്രീ ബീസ് ആയിട്ട് കൊടുക്കുക, സാമ്പിൾസ് കൊടുക്കുക, മനസ്സിലായോ? കുറേ ആളുകൾക്ക് അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ആദ്യം തന്നെ പ്രൊമോട്ട് ചെയ്യുക. അൾട്ടിമേറ്റ്ലി ഇൻ ദ ലോങ് റൺ അദ്ദേഹം അതിൻ്റെ പരമാവധി ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ദെൻ അതർ ഫാക്ടേഴ്സ് ഉണ്ട് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന. ഗവൺമെൻറ്റുകൾ നിങ്ങൾക്കറിയാം ഓരോ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോൾ ഈ ഓൺട്രപ്രണേഴ്സ് ദേ ആർ വെറീഡ്. വൈ? കാരണം അടുത്ത ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം എന്തായിരിക്കും? സോഷ്യലിസ്റ്റിക് പാറ്റേണിലേക്ക് പോവുക അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് പാറ്റേണിലേക്ക് പോവുക. അത് കാരണം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ദെൻ ഒരു യുദ്ധം, ഇപ്പോൾ യുക്രൈൻ റഷ്യയായിട്ട് യുദ്ധമാണ്, അത് വ്യാപകമായിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്ന സാധനങ്ങൾക്കൊന്നും ആളിന് മേടിക്കാനുണ്ടാകില്ല. ആളിനുണ്ടെങ്കിൽ തന്നെ മേടിക്കാനായിട്ട് അവരുടെ അടുത്ത് പൈസ ഉണ്ടാകില്ല. ദെൻ ക്ലൈമാറ്റിക് ചേഞ്ച്, ഒരു പ്രൊലോങ്ഡ് ഡ്രൗട്ട് വരികയാണ്. ധാരാളം ആളുകളുണ്ട് ഇവിടെ ഈ കുട ഉൽപ്പാദിപ്പിക്കും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. കുട ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്. ഈ കുടക്കൊന്നും വലിയ കാര്യമായിട്ട് ചിലവാകില്ല. കാര്യം എന്തെങ്കിലും മൺസൂൺ ഉദ്ദേശിച്ചാണ് കുട വെക്കുന്നത്. അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ദെൻ prices can change because of government interference. Prices can change. ഇനീക്വാലിറ്റീസ് ഉണ്ടാവും. ഒരു പോഷ് ഏരിയയിൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ ചിലപ്പോൾ പോഷ് ഏരിയയിൽ വന്ന് താമസിക്കുമ്പോൾ അതനുസരിച്ചുള്ള സാധന സേവനങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇനി ആദ്യം തന്നെ പറഞ്ഞത് ലോ ഓഫ് സപ്ലൈ ആണ്. എന്താണ്? ഞാൻ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ. അതിനു മുമ്പ് ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് TR മീൻസ് ടോട്ടൽ റവന്യൂ മീൻസ് നമ്മുടെ വരുമാനം എത്രയാണ്, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എന്തുവാണോ അതിനെ പറഞ്ഞത് Q എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ്, അത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള മൊത്തം ചെലവ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയെ AC മീൻസ് ആവറേജ് കോസ്റ്റ്. ആവറേജ് മീൻസ് 1. ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് കൊണ്ട് അതിൻ്റെ പ്രൈസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റി ഇൻറ്റു ആവറേജ് കോസ്റ്റ്. ലോ ഓഫ് സപ്ലൈ എന്താണ്? ഡിമാൻഡിനെ പോലെയല്ല. ഡിമാൻഡിൻ്റെ റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. സപ്ലൈ അങ്ങനെയല്ല. ലോ ഓഫ് സപ്ലൈ പറയുന്നില്ല. മനസ്സിലായോ? പ്രൈസ് വർദ്ധിക്കുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ മീൻസ് പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും, പ്രൈസ് കൂടുമ്പോൾ എന്താണ്? സപ്ലൈ കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൈസ് ആൻഡ് സപ്ലൈ ഹാസ് ഗോട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. നേരെ മറിച്ച് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഹാവ് ഗോട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അത് പറയുന്നത് വാട്ട് ഈസ് സപ്ലൈ? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. നൗ സപ്ലൈ ഫങ്ഷൻ QS ഉണ്ട്. ദാറ്റ് ഈസ് QS മീൻസ് ദ സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് QS. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് P1, P2, P3 to PN, then F1 to FN, TGE. നമുക്ക് ഓരോന്നിനും ഞാനിവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? Q stands for the quantity that is supplied. Then P1, that is the price of the commodity. P2, P3, PN, എന്താണ്? There are also other commodities that are being produced. Then F1 to FN, നമുക്ക് there are also other prices of the factors of production. Then G is known as the goal of the producer and EI indicates other factors influencing the supply. Now supply schedule, simple schedule ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അതായത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു വസ്തുവിൻ്റെ വില കുറവാണെങ്കിൽ കുറവ് ഉൽപ്പാദിപ്പിക്കും, കൂടുതലാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഞാൻ 2 രൂപ, ഒരു പേനയുടെ വില 2 രൂപയാണെങ്കിൽ മനസ്സിലായോ? ഒരാൾ ഒരു പ്രൊഡ്യൂസർ ഇൻ തൗസൻഡ്സ് ആണ് പെർ മന്ത് 25,000 പെൻ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണ്. 3 രൂപയാകുമ്പോൾ ചിലപ്പോൾ 40 ആവും, 4 രൂപയാകുമ്പോൾ ചിലപ്പോൾ 50 ഉൽപ്പാദിപ്പിക്കും, 6 രൂപയാകുമ്പോൾ 70 ഉൽപ്പാദിപ്പിക്കും. ഇതിനകത്ത് എന്താ സൂചിപ്പിക്കുന്നത്? വില കൂടുന്നതനുസരിച്ച് അതിൻ്റെ സപ്ലൈയും ഗണ്യമായിട്ട് വർദ്ധിക്കും. ഇനി ഈ ഒരു ഷെഡ്യൂൾ, സപ്ലൈ ഷെഡ്യൂൾ, ആ ഒരു ടേബിള് നമ്മൾ
ഡയഗ്രാമിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കർവ് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് എ സപ്ലൈ കർവ് വിച്ച് ഈസ് ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. ഐ റിപ്പീറ്റ്, അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. കാരണം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിമാൻഡിനെ കുറിച്ചാണ്. ഡിമാൻഡ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. വൈ? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഉണ്ടാ, ദിസ് ഈസ് എൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. വില കുറവുള്ളപ്പോൾ കുറവ് ഉൽപ്പാദിപ്പിക്കുകയും വില കൂടുതലുള്ളപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് സപ്ലൈ, നോൺ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ചിലപ്പോൾ അവർക്ക് ലോങ് റണ്ണിൽ മാത്രമേ അവർക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് അവർക്ക് താല്പര്യമുള്ളൂ. ഷോർട്ട് റണ്ണിൽ ചിലപ്പോൾ അവർക്ക് മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്യും. ഒന്നല്ലെങ്കിൽ കമ്പനിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ സാമ്പിൾസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്താൻ സാധിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ആദ്യത്തെ പറഞ്ഞത് നോൺ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ദെൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് നോട്ട് റിമൈനിങ് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ ദർ ആർ അതർ ഫാക്ടേഴ്സ്. എന്താണ്? ഫാഷൻ ചേഞ്ച് ചെയ്യാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം, ഗവൺമെൻറ് പോളിസി ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം വരുമ്പോൾ അത് ഈ ലോ ഓഫ് സപ്ലൈനെ നമ്മൾ ചിലപ്പോൾ ചില വസ്തുക്കൾ ചിലപ്പോൾ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ ചിലപ്പോൾ ആരും മേടിക്കാനില്ല. ആ സമയത്ത് നമ്മൾ എത്ര വില കുറച്ച് കൊടുത്തിട്ടും ആൾ മേടിക്കില്ല. അപ്പം വില കുറച്ച് കൊടുക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സപ്ലയേഴ്സ് റെഡിയല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് നോട്ട് റിമൈനിങ് കോൺസ്റ്റന്റ്. ദെൻ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഡിമാൻഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഡിമാൻഡ് ക്യാൻ ചേഞ്ച് ഡ്യൂ ടു 101 റീസൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 101 റീസൺ ഇറ്റ് ഈസ് എ ഫ്രേസ്. 101 കാര്യം തന്നെ മേ ബി 102 കാര്യമുണ്ട്. അപ്പോൾ ഡിമാൻഡ് ക്യാൻ ചേഞ്ച് ഡ്യൂ ടു 101 റീസൺസ്. ഓൾസോ സപ്ലൈ ഓൾസോ ക്യാൻ ഡ്യൂ ടു എ വെറൈറ്റി ഓഫ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സപ്ലൈ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് ചേഞ്ച് ഇൻ സപ്ലൈ 2 ടൈപ്പാണ്. ഒന്ന് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ, രണ്ടാമത്തേത് എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ. ഞാൻ അടുത്ത ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയും എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈയും ടേക്സ് പ്ലേസ് ഓൺ ദ സെയിം സപ്ലൈ കർവ്. എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, ഡയഗ്രാമിനെ നോക്കിയേ. പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ വരും. പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ producers they will supply less, and therefore the movement along the same supply curve is known as extension and contraction of supply എന്ന് പറയുന്നത്. Then change in supply, അതിനൊപ്പമുള്ളത് increase in supply and decrease in supply. If supply changes due to other factors other than price, വിലയിലല്ലാതെ വില വ്യത്യാസത്തിലല്ലാതെ മറ്റ് ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ട് നമ്മൾക്ക് സപ്ലൈയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞത് ഇൻക്രീസ് ഇൻ സപ്ലൈ പറയാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയാം. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എന്താ? ഡിക്രീസ് ചെയ്യുമ്പോൾ ഒറിജിനൽ സപ്ലൈ കർവ് എസ് ആണ് ഒറിജിനൽ സപ്ലൈ കർവ്. അപ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ സപ്ലൈ കർവിൽ നിന്ന് S2 ആയിട്ട് ഒറിജിനൽ സപ്ലൈ കർവിൽ നിന്ന് S2 ആയിട്ട് എക്സ്റ്റൻഷൻ വരികയും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് ചെയ്യുന്നത്? പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കയറി വരും. ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ കമോഡിറ്റീസ്. ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ കമോഡിറ്റീസ്. ഞാൻ പറഞ്ഞു ഒരാൾ ചിലപ്പോൾ ഒരു സാധനം മാത്രമായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്, അദ്ദേഹം ചിലപ്പോൾ പല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. പക്ഷെ ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ആർ സ്കേർട്സ്. അപ്പൊ എല്ലാത്തിനും എല്ലാ ഉപഭോക്താക്കൾക്കും ആവശ്യമായിട്ട് സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുള്ള വിഭവങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പല കാര്യങ്ങൾ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഏത് വസ്തുവാണ് കൂടുതൽ വില കിട്ടാൻ സാധ്യതയുള്ളത് ആ വസ്തു അദ്ദേഹം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. കുറവ് വിലയുള്ള സാധനത്തിന്റെ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് കംപ്ലീറ്റ് വിട്ട് കളയില്ല. കാരണം കംപ്ലീറ്റ് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയിൽ നിന്ന് ഒരു വസ്തു വാട്ട് എവർ ഇറ്റ് ഈസ് കംപ്ലീറ്റ് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ആ പ്രൊഡക്റ്റിന് തിരിച്ച് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. യു നോ വൈ? ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ്. അഡ്വർടൈസ്മെന്റ്, ICT, ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കാരണം ദ ഹ്യൂജ് പെനട്രേഷനാണ് ഇപ്പം. ഈ ടെക്നോളജി വന്നതോടുകൂടി മനസ്സിലായോ? ടെക്നോളജി
ടെക്നോളജി വന്നതോടുകൂടി ഹ്യൂജ് ഈവൻ ടു ദ വില്ലേജസ്. The village people now may know much more than the people in the urban areas. So you cannot bluff anybody now. The consumers are aware. അപ്പോൾ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, മറ്റ് കമ്മോഡിറ്റീസിൻ്റെ വിലകളിലേക്ക് വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് വർധന വന്നിട്ടുണ്ടെങ്കിൽ പല ആളുകളും പല പ്രൊഡ്യൂസേഴ്സും ആ വസ്തു ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വീണ്ടും അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഉൽപ്പാദന ഘടകങ്ങളുടെ വില കൂടി പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ അവർക്ക് ഗണ്യമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ദെർ വിൽ ബി എ ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ്. ദെൻ ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ചസ് വരുന്നത് ഇന്നോവേഷൻസ് ആണ്, ഇൻവെൻഷൻസ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു പുതിയൊരു ടെക്നോളജി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ടെക്നോളജിയൊക്കെ സിമ്പിൾ ടെക്നോളജി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ അത് അഡോപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി മേ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അതിനെ പറഞ്ഞത് ടൈം ലാഗ് വരും. അപ്പോൾ ചേഞ്ച് ഇൻ ടെക്നോളജി അനുസരിച്ച് സപ്ലൈ കർവിൽ ഷിഫ്റ്റ് വരും. ദെൻ ചേഞ്ച് ഇൻ ദ എക്സ്പെക്ടേഷൻ. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ചേഞ്ച് ഓർ എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു? ചേഞ്ച് ഗവൺമെൻറ് പോളിസിയിൽ വ്യത്യാസം വരാം, റിലേറ്റിംഗ് ടു ടാക്സസ് വ്യത്യാസം വരാം. ഈ ഇടയ്ക്കുണ്ടായി, മനസ്സിലായോ, ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ പെട്രോള് ഇപ്പോൾ അവർക്ക് റഷ്യയിൽ നിന്ന് ചീപ്പായിട്ട് കിട്ടുന്നത് കാരണം അവർക്ക് ഇത് റിഫൈൻ ചെയ്യുമ്പോൾ ഹ്യൂജ് ലാഭമാണ് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം ഒരു വൺ ടൈം ടാക്സ് ആയിട്ട് ഒരു ബാരലിന് ഇത്ര വെച്ച് അതിനെ പറഞ്ഞത് എന്താണ്, ഒരു ടാക്സ് ജസ്റ്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ് ഇൻ മൈ വൺ ടൈം ടാക്സ്. ഈ ലോട്ടറി ഒക്കെ അടിക്കുമ്പോൾ ഇതുണ്ട്, വൺ ടൈം ടാക്സ് ഉണ്ട്, അതിനൊരു പ്രത്യേക പേരുണ്ട്. അതാണ് പറഞ്ഞത് ദ ഗവൺമെന്റ് റിലേറ്റഡ് ടു ടാക്സസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ യുദ്ധത്തിൻ്റെ ഇത് ഇനീക്വാലിറ്റി കൂടുതൽ ആളുകൾ ഇപ്പോൾ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദിസ് പാൻഡമിക് നോ ദാറ്റ് കുറേ ആളുകൾക്ക് തൊഴിലുണ്ടായില്ല. അപ്പോൾ ഇനീക്വാലിറ്റി അത് വേഴ്സൺ ചെയ്ത് those people who had enough money to invest or to do business, they did. They were willing to do that, but there was no people to buy it. But what is that? അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഇഫക്റ്റ് ജനങ്ങളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. തൊഴിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ പോലെ അവർ തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. സോ പീപ്പിൾ ഹാവ് ബിക്കം ലിറ്റിൽ പുവറർ. കുറച്ചും കൂടെ അവർ പാവപ്പെട്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ അത് മേടിച്ചെന്നിരിക്കുന്നില്ല. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. I am relating to demand. Elasticity of demand means responsiveness of demand due to change in price. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മീൻസ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സപ്ലൈ. ഡിമാൻഡിൻ്റെ അടുത്ത് സപ്ലൈ ചേർത്ത് മതി. ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് ദ കമോഡിറ്റീസ്. ദെൻ ഇലാസ്റ്റിസിറ്റി നമുക്ക് 5 രീതിയിൽ കൂടി നമുക്ക് മെഷർ ചെയ്യാം. അത് നോക്കില്ലേ, സപ്ലൈ കർവ്സ് വിത്ത് ഡിഫറെൻറ്റ് എലാസ്റ്റിസിറ്റീസ്. ഒന്ന് നമുക്ക് സീറോ എലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻഫിനിറ്റ് എലാസ്റ്റിസിറ്റി ഉണ്ട്. ഞാൻ ഡിമാൻഡ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും എക്സ്ട്രീം കേസസ് ആണ്. ഇൻഇലാസ്റ്റിക് സപ്ലൈ മീൻസ്, മനസ്സിലായോ, ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ മീൻസ് പ്രൈസ് കൂടിയാലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തീപ്പെട്ടിയുടെ വില കൂടിയാലും കുറഞ്ഞാലും തീപ്പെട്ടി കൂടുതലായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നില്ല, അവർ നോർമലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഉപ്പ് നിസ്സാരമായിട്ടുള്ള വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം. കാരണം ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കറിയാം ഉപ്പ് ചാക്കും കണക്കിന് ആളുകൾ വില കുറഞ്ഞെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോകില്ല. അപ്പം അതിനെ പറഞ്ഞത് സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ആദ്യം ചിലപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഇൻഫീരിയർ ഗുഡ്സ് മീൻസ് ലോ ക്ലാസ് ആയിട്ടുള്ള വരുമാനത്തിൽ താഴെയായിട്ടുള്ള ആളുകൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ പറഞ്ഞത് ഇൻഫീരിയർ ഗുഡ്സ്. മനസ്സിലായി, ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് കംഫർട്ട്, ദോസ് ഗുഡ്സ് വിച്ച് ആർ ആക്ച്വലി സാറ്റിസ്ഫൈങ് അവർ കംഫർട്ട്സ്. അപ്പോൾ കംഫർട്ട് ഗുഡ്സ് ഉണ്ട്, ലക്ഷൂറിയസ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വില ഒരു ആദ്യം വെട്ടും വിലയില്ലെങ്കിൽ ആരും മേടിക്കില്ല. പക്ഷെ വില ഒരു പരിധി എത്തിയതിന് ശേഷം പിന്നെ ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണ്, എന്തുമാത്രം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ യൂണിറ്റ് എലാസ്റ്റിസിറ്റി ഉണ്ട്. ഞാൻ ഒരെണ്ണം ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. യൂണിറ്റ് എലാസ്റ്റിസിറ്റി മീൻസ് വില 5% കൊണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് 5% കൊണ്ട് കൂടും. അതിനെ പറഞ്ഞത് യൂണിറ്റ് എലാസ്റ്റിസിറ്റി എന്നുണ്ട്. ഇനി ലെസ് ദാൻ ഇലാസ്റ്റിസിറ്റി ആണ്. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനെക്കാട്ടിയും കൂടുതൽ പിന്നെ ഡിമാൻഡിൽ വ്യത്യാസം വരാം. അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനെക്കാട്ടിയും കൂടുതൽ
പിന്നെ നമുക്ക് പ്രൈസിൽ വ്യത്യാസം വരാം. അങ്ങനെ 5 ടൈപ്പിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്. ഒന്ന് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഇൻഇലാസ്റ്റിക് സപ്ലൈ, then elasticity equal to unity, elasticity, inelastic supply, elastic supply, elasticity equal to unity means 1. Unity means 1. അതായത് 10% വിലയിൽ വ്യത്യാസം വരുമ്പോൾ 10% ഡിമാൻഡിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ലെസ് ദാൻ യൂണിറ്റി ഉണ്ട്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഉണ്ട്. മനസ്സിലായോ? വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ പിന്നെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് 5 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഏതെല്ലാമാണ് ഇലാസ്റ്റിസിറ്റി സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ? ഒന്ന്, ബിഹേവിയർ ഓഫ് കോസ്റ്റ് ആസ് ഔട്ട്പുട്ട് വേരീസ്. നമ്മൾ പറഞ്ഞില്ലേ, ഔട്ട്പുട്ട് ചില സമയങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാം, ചിലപ്പോൾ കുറക്കാം. അപ്പം ബിഹേവിയർ കോസ്റ്റ് എന്താണ്? ഇതാണ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഇത് അവർ നോക്കിയിട്ട് മാത്രമേ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ വസ്തു ഉൽപ്പാദിപ്പിക്കണം വേണ്ടതെന്ന് വിചാരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പറയും കേരള ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇൻഡസ്ട്രീസ് ഒന്നും തുടങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? ദ കോസ്റ്റ് ഓഫ് ലേബർ ഈസ് വെരി ഹൈ, ദ കോസ്റ്റ് ഓഫ് ലാൻഡ് ഈസ് വെരി ഹൈ. സോ വാട്ട് ഹാപ്പൻസ്? ദേ ആർ സേ, ഇതാണ് അവർ പറയുന്നത്, കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഇപ്പോൾ പുതിയതായിട്ട് വരാനായിട്ട് അവർക്ക് പലർക്കും ഇഷ്ടമില്ല. കാരണം കോസ്റ്റ് ഓഫ് ലാൻഡ് ഈസ് വെരി ഹൈ, കോസ്റ്റ് ഓഫ് ലേബർ ഈസ് ഓൾസോ വെരി ഹൈ. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇഫ് ദ കോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഇൻക്രീസസ്, പ്രൊഡ്യൂസേഴ്സ് വിൽ പ്രൊഡ്യൂസ് ഓൺലി ലെസ്. ഇനി ഇലാസ്റ്റിസിറ്റി അറിയണമെങ്കിൽ നേച്ചർ ഓഫ് കമോഡിറ്റി നോക്കണം. നമുക്കറിയാം കമോഡിറ്റീസ് 2 രീതിയിലുണ്ട്. ഒന്ന് പെരിഷബിൾ, ദോസ് കമോഡിറ്റീസ് വിച്ച് കനോട്ട് ലാസ്റ്റ് ഫോർ ലോങ്. അതിനാ പറഞ്ഞത് ഹൈലി പെരിഷബിൾ കമോഡിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും അതിൻ്റെ എല്ലാം. അതേപോലെ തന്നെ ഡ്യൂറബിൾ കമോഡിറ്റീസ് ഉണ്ട്. That means long term we can have a commodity which lasts for long. അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കുകയും ചെയ്യും. ഇനി ടൈം. ഏതൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിലും ടൈം ലാഗ് ഉണ്ട്. നമുക്കറിയാം, സാധാരണ ഒരു ചെറിയ കടയിൽ ചെന്നിട്ട് ചായ അല്ലെങ്കിൽ കാപ്പി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെടുത്ത് തരും. യു ഗോ ടു എ ബിഗ് റെസ്റ്റോറൻറ്റ്, you give the order and you may have to wait for long. അങ്ങനെ പറഞ്ഞ ടൈം ലാഗ് ഉണ്ട്. അല്ല, ഒരു സ്കൂൾ യൂണിഫോം, ഒരു ക്ലാസ്സിന് സ്കൂൾ യൂണിഫോം നാളെ വേണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഡിമാൻഡ് നമ്മൾ കൊടുക്കുന്നതും സപ്ലൈ ആയിട്ടുള്ള അതിന് ഒരു ടൈം ലാഗ് ഉണ്ട്. അപ്പോൾ ടൈം ലാഗ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? അതനുസരിച്ച് ഇലാസ്റ്റിസിറ്റി, യഥാർത്ഥത്തിൽ അതനുസരിച്ച് ഇലാസ്റ്റിസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ്, ഭാവിയിൽ കാര്യമായിട്ടുള്ള വിലയിലൊന്നും വ്യത്യാസമുണ്ട്. ഇപ്പോൾ തീപ്പെട്ടിൻ്റെ ഉദാഹരണം പറഞ്ഞു, സോൾട്ടിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഭയങ്കര അത്ര ലെസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഭാവിയിൽ ഗണ്യമായിട്ട് വില കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഉൽപ്പാദിപ്പിക്കും. ദേ വിൽ ഹോൾഡ് ഇറ്റ്. അവർ ചിലപ്പോൾ കൂടുതൽ അവരുടെ ഗോഡൗണിൽ മാറ്റിവെക്കും. അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ദെൻ നേച്ചർ ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. സിമ്പിൾ ടെക്നിക്സ് ആണെങ്കിൽ അത്ര വലിയ കാര്യമായിട്ട് ഇലാസ്റ്റിസിറ്റി കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ആണെങ്കിൽ അതനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയിലും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ദെൻ കംസ് നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. ഇപ്പം നമ്മൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു, സപ്ലൈ എന്താണെന്ന് പഠിച്ചു. ഇനി ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം എന്താണ്, പ്രാക്ടീസായി എന്താണ് ഇതിൻ്റെ പ്രാക്ടീസ്. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ഇതിനെ പറഞ്ഞത് ദ മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ടൂൾസാണ്. മനസ്സിലായി? മാർക്കറ്റ് മെക്കാനിസം, അതായത് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതിന് നമ്മൾ പറയുന്നത് മാർക്കറ്റ് മെക്കാനിസം. അതൊരു ക്യാപിറ്റലിസത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക് പ്രൈസ് മെക്കാനിസം ഉണ്ട്. ഡിമാൻഡും സപ്ലൈയും യാതൊരു വിധത്തിലുള്ള ബാഹ്യമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രേരണമില്ലാതെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസും ഇല്ലാതെ ഡിമാൻഡും സപ്ലൈയും ഒരു പോയിന്റിൽ എത്തുന്നതിനെ പറഞ്ഞത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്, അതിനെ പറഞ്ഞത് മാർക്കറ്റ് മെക്കാനിസം. മറ്റേ അങ്ങനെയല്ല. ചിലപ്പോൾ ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ഗവൺമെൻറ് ഇടപെടും.
ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഇടപെടും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് പ്രൈസ് മെക്കാനിസം ഇല്ല. അപ്പോൾ പ്രൈസ് മാർക്കറ്റ് മെക്കാനിസത്തിൽ ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ടൂൾസാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അത് ഒരു പെയർ ഓഫ് സിസേഴ്സിൻ്റെ 2 ബ്ലേഡുകളാണ്. നമുക്ക് പറയാൻ പറ്റും ഏത് ബ്ലേഡ്, അപ്പർ ബ്ലേഡ് ആണോ അല്ലെങ്കിൽ ലോവർ ബ്ലേഡ് ആണോ ഒരു പിന്നെ തുണി നമുക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതാണോ ഇതാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലോത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമുക്ക് അപ്പർ ജോയ് ഉണ്ട്, ലോവർ ജോയ് ഉണ്ട്. വിച്ച് ജോയ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ക്യാൻ യു സേ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏത് ജോയാണ്, അപ്പർ ജോയ് ആണ് ലോവർ ജോയ് ആണ്? നമുക്ക് ഒരു ജോ മാത്രം ഉണ്ടെങ്കിൽ ഒരു ഇത് മാത്രമേ അപ്പർ ജോയ് ഇല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഭക്ഷണം നമുക്ക് ചൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ ദേ പ്ലേ ഈക്വൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾസ്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം. നമ്മൾ ഇന്നലെ ഈ ബേസിക് കൺസെപ്റ്റ്സിലെടുത്തപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് പറഞ്ഞു. ഇക്വിലിബ്രിയം ഈസ് എ പൊസിഷൻ ഫ്രം വിച്ച് യു ഡോണ്ട് ലൈക്ക് ടു ബഡ്ജ്. അതിനകത്തുനിന്ന് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മുകളിലേക്കോ താഴേക്ക് നമുക്ക് മാറാനായിട്ട് ഇഷ്ടമില്ല. ആൻഡ് ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ഓൾസോ. ആ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് ഇക്വിലിബ്രിയം അല്ല, ഇക്വിലിബ്രിയം ഒരു വാക്കും കൂടെ കൂടിയിട്ടുണ്ട്. വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്? എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്? Equilibrium price, it is defined as the price at which the quantity demanded is equal to quantity supplied. അതായത് both the consumers and the suppliers or of the producers, they are very happy. They don't want to budge from that. ഉപഭോക്താവും സന്തോഷമാണ്. He feels that he gets the best quality of commodities at the lowest price. നേരെ മറിച്ച് സപ്ലൈ ചെയ്യുന്ന ആളെന്താണ് പറഞ്ഞത്? He gets the maximum profit by producing that much of commodity. അതിനപ്പുറത്ത് equilibrium price, where both the quantity demanded and quantity supplied are equal. Then quantity demanded പറഞ്ഞ കാര്യമാണ്. Quantity demanded, it is an inverse relationship. നേരെ മറിച്ച് quantity supplied is an inverse, is a direct function. കാരണം വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതിനപ്പുറം ഇൻവേഴ്സ് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. നേരെ മറിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വില കൂടുമ്പോൾ കൂടുതലായിട്ട് അവർ സപ്ലൈ ചെയ്യും. Therefore they have got a direct function of the price. ഇനി ഇക്വിലിബ്രിയം എന്താ? ദിസ് ഈസ് നോൺ ആസ് ദ മാർഷേലിയൻ ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എടുത്ത്, ഡിമാൻഡ് ടേബിൾ എടുത്ത് അത് നമ്മളൊരു ഡയഗ്രാമിൽ നമ്മളത് പ്ലോട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കണ്ട് എന്താണ്? ഡിമാൻഡ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. അതുപോലെ തന്നെ സപ്ലൈ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ആദ്യം തന്നെ ഒരു സപ്ലൈ ഷെഡ്യൂൾ എടുത്ത് അത് നമ്മൾ ഒരു ഡയഗ്രാമിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സപ്ലൈ കർവ് കിട്ടി, വിച്ച് ഈസ് ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് DD ഈസ് ദ ഡിമാൻഡ് കർവ്, SS ഈസ് ദ സപ്ലൈ കർവ്, ദ മീറ്റിംഗ് പോയിന്റ് ഈസ് E. E ഈസ് നോൺ ആസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് or equilibrium point, where OP1 is the price and OQ1 is the quantity that is demanded. അപ്പോൾ ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആർ വെരി ഹാപ്പി. ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രൊഡ്യൂസേഴ്സ്. അറ്റ് ദ പ്രൈസ് ഓഫ് OP1 they are ready to supply the maximum amount of commodities. The meeting point is known as the equilibrium point. അത് പറഞ്ഞതാണ് ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്, സപ്ലൈ കർവ് ഈസ് ഹാവിംഗ് ആൻഡ് പ്രൈസ് ചേഞ്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എക്സസ് ഡിമാൻഡ് ഓർ സപ്ലൈ. ഈ ഡിമാൻഡിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തുള്ള ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, വില കൂടുകയോ വില കുറയുകയോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. നോക്കിക്കോ, ദിസ് ഈസ് നോൺ ആസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നോക്കിയാൽ ഇതാണ് ഈ പോയിന്റ് ഈസ് ദ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഞാൻ ലെറ്റ് സപ്പോസ് വില OP2 ഉള്ളപ്പോഴാണ് നമ്മൾക്ക് OQ1 നമുക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി വില OP2യിൽ നിന്ന് OP3യിലേക്ക് വർദ്ധിച്ചു വെച്ചു. നോക്കി അവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സപ്ലൈ കർവ് എവിടെയാണ്? അപ്പോൾ വില കൂടിയിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാവും. അപ്പോൾ സപ്ലൈ വിൽ
ഡെഫിനറ്റ്ലി ഇൻക്രീസ് ടു. അപ്പോൾ മനസ്സിലായോ, കൂടുതലായിട്ട് അവർ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. നേരെ മറിച്ച് സപ്ലൈ കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ആരും തന്നെ ഡിമാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ only few people will demand that particular commodities. ഇതാണ് ആദ്യത്തെ കാണിക്കുന്നത്. അപ്പോൾ വില കൂടിയിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടും, പക്ഷെ ഡിമാൻഡ് കുറയും. സപ്ലൈ എസിലേക്ക് കൂടും, പക്ഷെ ഡിമാൻഡ് ആറിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. Q1 നിന്ന് സപ്ലൈ എസിലേക്ക് കൂടും, പക്ഷെ പിന്നെ വില കൂടുമ്പോൾ ഡിമാൻഡ് എത്രയാണ്, ആറിലേക്ക് കുറയുകയും ചെയ്യും. ഇനി നേർ വിപരീതമായിക്കട്ടെ, P2 നിന്ന് P1 വില കുറഞ്ഞു. വില കുറയുമ്പോൾ ആർക്കായിരിക്കും സന്തോഷം? മേടിക്കുന്ന ഉപഭോക്താക്കൾ, ദേ വിൽ ബി വെരി ഹാപ്പി, ദേ വിൽ ട്രൈ ടു ബൈ മോർ. അപ്പോൾ ഡിമാൻഡ് വില കുറയുമ്പോൾ OP1 ആയിട്ട് വില കുറയുമ്പോൾ ഡിമാൻഡ് ഡിമാൻഡ് കർവ് എന്നാൽ DD ആണ്, ഡിമാൻഡ് W വരെ എത്തി. പക്ഷെ സപ്ലൈ ദേ ആർ നോട്ട് വില്ലിങ് ടു സപ്ലൈ മോർ. ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് അവർ കുറച്ച് സാധനം മാത്രം വിപണിയിൽ കൊടുക്കും, ബാക്കിയെല്ലാം അവരുടെ ഗോഡൗണിൽ മാറ്റുകയും ചെയ്യും. ഇനി അടുത്തതാണ് പറഞ്ഞത്, ഇതാണ് ദിസ് ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇതാണ് യഥാർത്ഥത്തിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയത്തിൽ വ്യത്യാസം വന്നത്? ഇതാണ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ വ്യത്യാസം വന്നെങ്കിൽ എന്ത് വേണം? പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം, പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ അതനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും. ഇനി അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നോക്കിയാൽ ഇവിടെ നിങ്ങളടുത്ത് ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് സപ്ലൈ കർവ് ഈസ് ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. ഇവിടെ സപ്ലൈ കർവ് ഡിമാൻഡ് കർവിനെ പോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. നോക്കിയേ, ഈ ഒരു ഡയഗ്രാമത്തിൽ DD ഈസ് ദ ഡിമാൻഡ് കർവ്, അത് നിങ്ങൾക്കറിയാം, വിച്ച് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പക്ഷേ സപ്ലൈ കർവ് നോക്കിയേ, സപ്ലൈ കർവ് അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ലെഫ്റ്റ് സപ്പോസ് ഈ ഡിമാൻഡ് സപ്ലൈയും തുല്യത എത്തുന്ന പോയിന്റാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആണ്. ഞാൻ എന്താ പറഞ്ഞത്? ഉപഭോക്താക്കളും സന്തോഷമാണ്, കാരണം ദേ ആർ ഗെറ്റിംഗ് ദ ബെസ്റ്റ് ക്വാളിറ്റി കമ്മോഡിറ്റി അറ്റ് ദ ചീപ്പസ്റ്റ് പ്രൈസ്. അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആൾക്കും ദേ ഫീൽ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ദ മാക്സിമം പ്രോഫിറ്റ്. അതിനകത്ത് ദേ ഡോണ്ട് വാണ്ട് മച്ച്, അവർക്കൊന്നും അതിനകത്തുനിന്ന് അനങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അനങ്ങാൻ അവർക്ക് ഒരു ഇൻസെൻറ്റീവ് ഇല്ല. പക്ഷേ അതിനകത്തൊരു ഡിസ്റ്റർബൻസ് വന്നപ്പോഴാണ് പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്, ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. കാരണം എന്താണ്? ഇത് ഒറിജിനലായിട്ട് ഡിമാൻഡ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്, സപ്ലൈ ഈസ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ്. ഇവിടെ അങ്ങനെ നോക്കിയാൽ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ആർ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ സപ്പോസ് OP1 ഈസ് ദ പ്രൈസ്. നോക്കിയേ, OP1 പ്രൈസ് ഉള്ളപ്പോൾ ഡിമാൻഡ് ഇത്രയുണ്ട്, മനസ്സിലായോ? സപ്ലൈ ഇത്രയുണ്ട്, എക്സസ് സപ്ലൈ ഉണ്ട്, വിച്ച് ഇസ് നോട്ട്. അതുകൊണ്ടാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ല എന്ന് പറയുന്നത്. ആരെങ്കിലും വില കുറവുള്ളപ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ എക്സസ് സപ്ലൈ ഇതിന് വേണ്ടിയിട്ട് ദർ വിൽ ബി കോമ്പറ്റീഷൻ among the producers to reduce that excess supply. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് കൊടുക്കും, 30% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട്, or 70% discount. അങ്ങനെ the shopkeepers or the suppliers will start to sell those products at a throwaway price. എന്താ പറയുന്നത്? ചീപ്പായിട്ട് കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? throwaway price. നേരെ മറിച്ച് പ്രൈസ് OP1 നിന്ന് OP3 ആയിട്ട് വർദ്ധിച്ചെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് എത്രയുണ്ട്? ഡിമാൻഡ് ഈസ് യെസ്, ഡിമാൻഡ് കർവ്, സപ്ലൈ ഈസ് ഓൺലി R. അപ്പോൾ there is a lot of competition among the buyers. Then that they will be forced to bring down the price. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഇക്വിലിബ്രിയം മീൻസ് ഡിമാൻഡും സപ്ലൈയും തുല്യത എത്തുന്ന പോയിന്റിലാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, പ്രൈസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, വാൾറേസിയൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ഓൾസോ ഈസ് ഇറ്റ് പോസിബിൾ, നമുക്കൊരു ഇക്വിലിബ്രിയത്തിൽ എത്താൻ സാധിക്കും. Okay, demand curve is stopping downwards, supply curve is stopping down, is also stopping downwards. Here OP1 is the price and equilibrium is quantity is the equilibrium price. Okay, when price is OP1, equilibrium is
അറ്റ് ദ പോയിന്റ് ഇ. പ്രൈസ് P1 നിന്ന് P2 കൂടുന്നു വയ്ക്കും. ഓക്കെ, ഇത് കറക്റ്റാണ്. കാരണം പ്രൈസ് കൂടിയ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസ് മോർ. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. വാൽറേസിയൻ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞത്. അതായത് സപ്ലൈ കർവും ഡിമാൻഡ് കർവ്, അതെ, സപ്ലൈ കർവ് നോർമൽ അല്ല, അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ വേണമെങ്കിൽ കൊണ്ടുചെല്ലാം. അതിൻ്റെ ക്ലിയർ എക്സാമ്പിളാണ് വാൽറേസിയൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. ഡിമാൻഡ് ഇസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്, സപ്ലൈ ഇസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. ഒറിജിനൽ വില OP1 ആണ്. ഈ ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് OP1 നിന്ന് പ്രൈസ് OP കൂടുമ്പോൾ നാച്ചുറലായിട്ട് പ്രൈസ് കൂടി. ദ പ്രൊഡ്യൂസേഴ്സ് ആർ വെരി ഹാപ്പി, ദേ വിൽ ട്രൈ ടു സപ്ലൈ മോർ. പക്ഷേ ഡിമാൻഡ് ചെയ്യുന്നവർ യെസ് വരെ ഡിമാൻഡ് ചെയ്യുന്നത്. ദർ ഈസ് എക്സസ് സപ്ലൈ. അപ്പോൾ എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം, ആ സപ്ലൈ കൊടുത്ത് തീർക്കുന്നതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് ആയിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ വില പതുക്കെ കുറച്ച് കൊടുത്ത് ഈലെത്തുമ്പോൾ ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പോൾ അവിടെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളും സപ്ലൈ ചെയ്യുന്ന ആൾക്കും ഒരു താല്പര്യമില്ല ആ പോയിന്റിൽ നിന്ന് മാറാനായിട്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് എടുത്ത് P1 നിന്ന് P3 വില കുറയാന്ന് വെച്ചോ. ഓക്കെ, DD ഇസ് ദ ഡിമാൻഡ് കർവ്. അപ്പം PT വരെയാണ് ഡിമാൻഡ് ഉള്ളത്. ദർ ഈസ് എക്സസ് ഡിമാൻഡ്. വില കുറയുമ്പോൾ ഡിമാൻഡ് എക്സസ് ഉണ്ട്. കാരണം കൂടുതൽ ആളുകൾ, നേരത്തെ മേടിക്കാൻ പറ്റാവുന്ന ആളുകളും ഇപ്പോൾ മേടിക്കുന്ന ആളുകൾ 100 രൂപ ഒരു ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് 100 രൂപ ചിലവാക്കിയവർ വില കുറയുമ്പോൾ 100-ൽ നിന്ന് 80 രൂപ അല്ലെങ്കിൽ 70 രൂപയാകുമ്പോൾ എന്ത് ചെയ്യും? 100 രൂപയ്ക്ക് മേടിച്ചിരുന്ന ആളുകൾ കുറച്ചും കൂടെ കൂടുതൽ മേടിക്കും. അതാണ് ഡിമാൻഡ് കൂടാൻ സാധ്യത. കാരണം മനസ്സിലായി, 100 രൂപയ്ക്ക് നേരത്തെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ആളുകൾ ഫ്രൂട്ട്സിന്റെ വില കുറയുമ്പോൾ അവർ പഴയ എമൗണ്ട് തന്നെ അവർ ചിലവാക്കും. അപ്പോൾ 100 രൂപയ്ക്ക് ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അവർക്ക് ഒന്നിൽ നേരത്തെ കിട്ടിയതിനെക്കാട്ടി കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വിപണിയിൽ നിന്നും ഫ്രൂട്ട്സിന്റെ വിപണിയിൽ നിന്ന് വിട്ടിരുന്നു വെച്ച് ഓറഞ്ച് 150 രൂപ ഇതൊക്കെ പോകുമ്പോൾ ഓറഞ്ച് വേണ്ട, മറ്റേ ഏതെങ്കിലും അവർ ഫ്രൂട്ട്സ് മേടിക്കും. പക്ഷെ ഓറഞ്ചിന്റെ വില കുറയുമ്പോൾ എന്ത് ചെയ്യും? അവർ സാവധാനം ഓറഞ്ച് മേടിക്കാൻ തുടങ്ങും. അങ്ങനെ there will be a competition among the buyers, and therefore ultimately the price will settle at the point E. Then it is shift in demand, not a then. There is a correction there. It is shift in demand. Effects of shift in demand. ഡിമാൻഡിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡിമാൻഡിൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഒറിജിനൽ ഡിമാൻഡ് D1 ആണ് ഒറിജിനൽ ഡിമാൻഡ്. അഗൈൻ ഐ റിപ്പീറ്റ്, ഷിഫ്റ്റ് ഇൻ ഡെൻ അല്ല, ഡിമാൻഡ് ആണ്. ഡെൻ അത് ടൈപ്പ് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്ക് ആണത്. ഓക്കെ, സോറി. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഡയഗ്രാമിൽ നോക്കൂ എങ്ങനെയാണ് ഡിമാൻഡിൽ ഷിഫ്റ്റ് വരുന്നത്. DD is a demand curve. SS1 is the supply curve. Both the demand and supply curve are meeting at the point E, and therefore E is the equilibrium point. OP1 is the equilibrium price. OQ1 is the equilibrium quantity. അതായത് OP1 വിലയുള്ളപ്പോൾ ജനങ്ങൾ OP1 വിലയുള്ളപ്പോൾ ജനങ്ങൾ OQ1 സാധനങ്ങൾ മേടിക്കാനായിട്ട് അവർ വില്ലിങ്ങാണ്. രണ്ടുപേരും ഹാപ്പിയാണ്. വില കൂടുതലൊന്നുമല്ല, നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നല്ല ക്വാളിറ്റി സാധനം നമുക്ക് ആ വിലക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ബോത്ത് ആർ ഹാപ്പി. നൗ ലെറ്റ് us suppose that demand curve is shifting towards the right. അല്ലെങ്കിൽ വില കൂടുകയാണ്. വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സപ്ലൈ വിൽ ഷിഫ്റ്റ്. ഇതാണ് സപ്ലൈ കർവ്. എന്താ സപ്ലൈ വിൽ ഷിഫ്റ്റ് towards the E3. പക്ഷേ ഡിമാൻഡ് കർവ് അതനുസരിച്ച് നീങ്ങുന്നില്ല. ഡിമാൻഡ് കർവ് വിൽ ബി ഓൾമോസ്റ്റ് ദ സെയിം, ഓർ the quantity demanded will remain low. അവർക്ക് വില കൂടുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ആളുകൾക്ക് മേടിക്കാൻ സാധിക്കില്ല. ഇനി P1 നിന്ന് P2 ആയിട്ട് വില കുറയണേ. ഓക്കെ, വില കുറയുമ്പോൾ SS ആണ് സപ്ലൈ കർവ്. സപ്ലൈ ചെയ്യുന്ന ആളുകൾ കുറക്കും, പക്ഷെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് മേടിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസം, ഡിമാൻഡ് കർവിൽ വരുന്ന വ്യത്യാസം അതനുസരിച്ച് മനസ്സിലായോ? വില കൂടിയിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടും, ഡിമാൻഡ് കൂടില്ല, ഡിമാൻഡ് കുറയും.
ഡൗൺവേർഡ് ഷിഫ്റ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയം പ്രൈസിനെയും അത് അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇക്വിലിബ്രിയം ഡിമാൻഡാണ്. ഇപ്പം നമുക്ക് പറയുന്നത് ഇക്വിലിബ്രിയം സപ്ലൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം. ഡി ഈസ് ദ ഒറിജിനൽ. അതിൻ്റെ ആ വര വരച്ചിരിക്കുന്നത് വെച്ചിട്ട് ബോൾഡായിട്ട് വരച്ചിരിക്കുന്നത്, മറ്റേത് ഡോട്ടഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഡി ഈസ് ദ ഒറിജിനൽ ഡിമാൻഡ് കർവ്, SS ഈസ് ദ ഒറിജിനൽ സപ്ലൈ കർവ്, the meeting place of both the demand and supply curve, that is DD and SS. It is at the point E1. Therefore, P1 is the equilibrium price and Q1 is the equilibrium quantity. ഇനി എങ്ങനെയാണ് സപ്ലൈ കർവിൽ ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഇക്വിലിബ്രിയം പ്രൈസിൽ അതനുസരിച്ച് അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ലെറ്റ് us suppose it is shifting towards the left. സപ്ലൈ യഥാർത്ഥത്തിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ടു ദ ഡിമാൻഡ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദി സപ്ലൈ. പ്രൈസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, E2 ഈസ് ദ ന്യൂ ഇക്വിലിബ്രിയം പ്രൈസ്. അതേപോലെ തന്നെ ഇഫ് ദ സപ്ലൈ കർവ് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ദ റൈറ്റ്, then we have got a new equilibrium price as well as a new equilibrium quantity. Equilibrium quantity is E3, equilibrium price is P3. Again, if the supply curve shifts towards the left, or if there is an upward shift, then there will be a disturbance in equilibrium price as well as in equilibrium quantity as such. Okay. An explanation is also given. An increase in supply would result in a fall in the equilibrium price. An increase in the equilibrium quantity, then a decrease in supply would result in a rise in the equilibrium price and a fall in the equilibrium quantity. May I repeat? An increase in the supply would result in, first, a fall in the equilibrium price and also an increase in the equilibrium quantity. Then a decrease in the supply would result a rise in the equilibrium price. കാരണം എന്താണ്? മാർക്കറ്റിൽ സാധനങ്ങൾ വളരെ കുറവുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ among the buyers, they will force the prices to go up and a fall in the equilibrium quantity. ഇനി യൂണീക്ക്നെസ് ഓഫ് ഇക്വിലിബ്രിയം സാധാരണ നമ്മൾ കാണിക്കുന്ന ഇതാണ് സാധാരണ യൂണീക്കായിട്ടുള്ള ഒരു എന്താണ് equilibrium എന്ന് പറയുന്നത്. Where there is original demand, original supply, and there we have got a equilibrium point, that is E1. We have got an equilibrium price, that is E1. ഇത് കൂടാതെ ഇപ്പം നമ്മൾ പറയുന്നത് there is multiple equilibrium. ഒരു ഡയഗ്രാമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം, ഇതെല്ലാം മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം. എന്നിട്ട് എന്താണ് ഇതിനകത്ത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ശ്രദ്ധിക്കുക. എന്താണ് ഡിമാൻഡ് കർവ്? കണ്ടാ, ഡിമാൻഡ് കർവിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. Okay, demand curve actually stops downwards, then it goes to horizontal, then comes downwards. Supply also, it goes upwards, but it has got a horizontal point, horizontal length here, then only the supply curve goes upwards. So now what happens? Demand and supply curve meets in different locations here. Therefore, quantity changes. TW, in between T and TW, demand and supply curve intersect each other, and therefore we have got 4 instances of quantity that is changing. In the same way, this is known as multiple equilibrium. ഒരു equilibrium അല്ല, multiple equilibrium. അതേപോലെ തന്നെ vertical ആയിട്ടുള്ള നമുക്ക് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ആദ്യം സ്ലോപ്പ് ഡൗൺവേർഡ്സ്, ദെൻ vertical ആയിട്ട് നിന്നിട്ട് വീണ്ടും ഡൗൺവേർഡ്സിലോട്ട് പോകുന്നു. സപ്ലൈ കർവ് അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണ്. It goes upwards, then vertical ആയിട്ട് പോകുന്നു, then again straight ആയിട്ട് പോകുന്നു, then it is going upwards. അപ്പോൾ അവിടെ ഈ between T and W, demand and supply curve interact in different localities, and therefore we will have different prices. Quantity remaining the same. ഇവിടെ അത് എങ്ങനെയല്ല, എന്താണ്, we have got different quantity. Price remaining the same, we have got different quantities. That is the case of multiple equilibria. Then rationing of the scarce goods. ഇവിടെ 3 ഇൻസ്റ്റൻസസ് ആണ് പറയുന്നത്. Rationing of scarce goods, rationing of and the allocation of resources. എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റ് ഫോഴ്സസിൽ കൂടിയല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്.
മനസ്സിലായോ? സംബഡി ഇൻ്റർഫിയേഴ്സ്. അപ്പം ഇതാണ് ഇക്വിലിബ്രിയം. ആറാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിൽ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു വിധ കുഴപ്പമില്ല. നോബഡി വിൽ ഇൻ്റർഫിയർ. ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ മുകളിലാണെങ്കിലും പീപ്പിൾ വിൽ ബി ഹാപ്പി. പക്ഷേ ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ താഴെയാണെങ്കിൽ നോക്കിയേ, വാട്ട് വിൽ ഹാപ്പൻ? പ്രൈസസ് ഇതാണെങ്കിൽ ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ്, ദിസ് ഇസ് ദ സപ്ലൈ കർവ്, LN we will have a shortage. People will not given they are not willing to work at this particular price. കാരണം എന്നാൽ യഥാർത്ഥത്തിൽ കൂലി നിശ്ചയിച്ചിരിക്കുന്ന 1000 പക്ഷേ പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വസ്തുവിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് 1000 രൂപ. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ 90 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? സം പീപ്പിൾ വിൽ നോട്ട് ഗോ ആൻഡ് വർക്ക്. അപ്പോൾ അവിടെ എക്സസ് ലേബറാണ്, ഷോർട്ടേജ് വരും. ഇതാണ് സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ദിസ് ഈസ് സപ്ലൈ ഓഫ് ലേബർ. സപ്ലൈ ഓഫ് ലേബർ ഇത്രയും ഡിമാൻഡ് ഉണ്ട് ലേബറിന്, ഇത്രയും OW വരെ NW വരെ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ സപ്ലൈ ചെയ്യുന്നത് കാരണം എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ കൊണ്ടുവന്ന് അവർ ഈ പ്രൈസ് സീലിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ കൊണ്ടുവന്ന് പ്രൈസ് സീലിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു വർക്ക്. എക്സസ് ഉണ്ട്, മനസ്സിലായോ? L people are not willing. The supply is only HL. നേരെ മറിച്ച് എന്താണ് ഡിമാൻഡ്? വാട്ട് ഈസ് ഇറ്റ്? സോ വെൻ DD is the demand curve, then the ceiling of price, ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം പ്രൈസിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധ പ്രശ്നമില്ല. അതിൻ്റെ മുകളിലാണെങ്കിൽ പീപ്പിൾ ആർ ഹാപ്പി. പക്ഷെ താഴെയാണെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്താണ്? ഡിമാൻഡ് ഇത്രയുണ്ട് പക്ഷെ സപ്ലൈ ഇത്ര മാത്രമേ ആളുകൾ വില്ലിങ് ഉള്ളൂ. HL വരെ മാത്രമേ ആളുകൾ സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഒരു ഷോർട്ടേജ് വരും. ഈ ഷോർട്ടേജ് നമ്മൾ എങ്ങനെ പരിഹരിക്കും? മനസ്സിലായോ? അതുപോലെ തന്നെ കോൺസിക്വൻസസ് ഓഫ് പ്രൈസ് കൺട്രോൾസ് നമുക്ക് എന്തുണ്ട്? അവിടെ ഷോർട്ടേജസ് വരുന്നുണ്ട്. ഈ ഷോർട്ടേജ് എങ്ങനെ എന്ത് ചെയ്യും? ഈ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. ഒന്ന് ഷോർട്ടേജ് വരും, രണ്ടാമത് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് സപ്ലൈസ് എമംഗ് ദ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് കൂടുതലുണ്ട്, അവിടെ ലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മെത്തേഡ്സ് ആണ് പോകുന്നത്. ഈ സ്കേഴ്സ് ആയിട്ടുള്ള കമോഡിറ്റീസ് മനസ്സിലായോ വിപണിയിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 കാര്യമാണ്. ഒന്ന്, ഒരു റീറ്റെയിൽ ഷോപ്പിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അപ്പോൾ റീറ്റെയിൽ ഷോപ്പിന് സാധാരണ വരുന്ന ആളുകൾക്ക് അവർ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കും. സോ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ വിൽ ബി ഹാപ്പി. രണ്ടാമത് എത്തുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. വാട്ട് ഈസ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്? മീൻസ് ആളുകൾ കാലത്തെ 5 മണി തൊട്ട് ക്യൂവിൽ ഷോപ്പിന് മുമ്പിൽ നിരന്ന് നിൽക്കണം. അപ്പോൾ ആദ്യം മനോന് കിട്ടും, സാധനം തീർന്നു പോയെന്ന് പറയും. രണ്ടാമത് അത് തന്നെ വേറൊരു ഇതാണ് റേഷനിങ് ഇംപ്ലൈസ്. റേഷൻ കൊടുക്കും, റേഷൻ വില കൂടി അവിടെ റേഷൻ ഷോപ്പിൽ കൂടി കൊടുക്കും. അപ്പോൾ ആ റേഷൻ വില നമുക്ക് മേടിക്കാൻ പൈസ ഉണ്ടെങ്കിലും അവർ പറയും ഒരു കാർഡിന് ഇത്ര കിലോ മാത്രമേ തരുള്ളൂ. എല്ലാവർക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആദ്യം വന്ന ആളുകൾ ഇത് കംപ്ലീറ്റ് അത് മേടിച്ചിട്ട് പോവുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റാണ് കോൺസിക്വൻസസ് ഓഫ് പ്രൈസ് കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ടേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ അലോക്കേഷൻ റിസോഴ്സസിൻ്റെ പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവും. ഇത് നിയന്ത്രിക്കുമ്പോൾ എന്ത് ചെയ്യും? there are people who have got money, they will go and buy from the open market. നിങ്ങൾക്കറിയാം ഓപ്പൺ മാർക്കറ്റിൽ നിസ്സാരമായിട്ട് അവർക്ക് കിട്ടിയൊന്നുമില്ല, വില കൂടുതൽ കൊടുക്കണം. ഓക്കെ, പ്രൈസ് സപ്പോർട്ട് മെഷേഴ്സ്. ഇവിടെയും പ്രൈസ് സപ്പോർട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞ് ഇക്വിലിബ്രിയം പ്രൈസ് 6ആണ്. അതിനെക്കാട്ടിയും കൂടുതൽ കൊണ്ടുവന്ന് പ്രൈസ് സപ്പോർട്ട് മെഷേഴ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആർ റെഡി ടു സപ്ലൈ മോർ. എന്താ സപ്ലൈ ഈസ് KN ആൻഡ് സപ്ലൈ, പക്ഷെ ഡിമാൻഡ് ഈസ് ഓൺലി എന്താണ്? KL മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. മനസ്സിലായോ? ഫ്ലോർ പ്രൈസ് മീൻസ് വില കൂടുമ്പോൾ ആളുകൾ കുറച്ച് മേടിക്കുള്ളൂ, പക്ഷെ സപ്ലൈസ് ഇത് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സർപ്ലസ് ആയിട്ടുള്ള കമോഡിറ്റീസ് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോർ പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ടാവും. നേരെ മറിച്ച് ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയാണോ ഈക്വിലിബ്രിയം പ്രൈസ് ആണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബഫർ സ്റ്റോക്ക്. ഒന്ന്, ഫ്ലോർ പ്രൈസ് എബവ് ദ സർപ്ലസസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞേ സപ്ലൈ ഈസ് മോർ, പ്രൈസ് കൂടുതലായിരുന്നു സർപ്ലസ് ഇതുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ 3 ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ സപ്പോർട്ട് പ്രൈസ് താങ്ങുവില നമ്മൾ ഫ്ലോർ പ്രൈസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സർപ്ലസ് വരും. സർപ്ലസ് വരുമ്പോൾ അതിനൊപ്പം ബഫർ സ്റ്റോക്ക് വരും. സർപ്ലസ് മീൻസ് വിപണിയിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഗവൺമെൻറ് വിൽ ബി ഫോഴ്സ് ടു ബൈ ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ സ്റ്റോർ ഇറ്റ് ഇൻ ദർ ഓൺ ഗോഡൗൺസ് ഓർ ദേ വിൽ ഹയർ ദ പ്രൈവറ്റ് ഗോഡൗൺസ് ആൻഡ് ദേ വിൽ സ്റ്റോർ ഇറ്റ് ദർ.
ആൻഡ് ദേ വിൽ റീഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഡ്യൂറിങ് ദ ലീൻ പീരിയഡ്. ഇതില്ലാത്ത സമയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ, ആ ഡ്രൗട്ട് വരുമ്പോൾ ഇത് അവർ ഇത് ചെയ്യും. ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? ഗവൺമെൻറ് വിൽ ഗീവ് സബ്സിഡീസ്. ഫാമേഴ്സിന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക്, ഇത് മേടിക്കുന്ന ആളുകൾക്ക് സബ്സിഡി കൊടുക്കുകയും ചെയ്യും. ദ മിനിമം വേജ് ലെജിസ്ലേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് മിനിമം വേജ്. ഇവിടെ ഇതുപോലത്തെ പ്രശ്നമുണ്ട് മിനിമം വേജ്. കാരണം എന്താണ്? മിനിമം വേജ് ഞാൻ പറഞ്ഞില്ലേ, ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടും കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 1000 രൂപ എസ്റ്റാബ്ലിഷ്ഡ്. പക്ഷേ കൂടുതലായിട്ട് മിനിമം വേജ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും എന്താ സംഭവിക്കുന്നത്? സപ്ലൈ കൂടുതലാണ്. യെസ്, ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. മിനിമം വേജ് മനസ്സിലായോ? ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഇത്രയും വേജസിന് ആർക്കും മേടിക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഡിമാൻഡ് കുറവും സപ്ലൈ യഥാർത്ഥത്തിൽ കൂടുതലായിരിക്കും. ഇനി ആർബിട്രേജ്. വാട്ട് ഈസ് ദാറ്റ് ആർബിട്രേജ്? ആർബിട്രേജ് മീൻസ് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിന്ന് വളരെ കുറച്ച് വിലക്ക് കിട്ടുന്ന സാധനം അടുത്ത സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് വെക്കുക. ട്രാൻസ്പോർട്ട് കോസ്റ്റ് കവർ ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ വില കുറഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് പോയിട്ട് അത് മേടിക്കുക. എന്നിട്ട് വില കൂടുതലുള്ള ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് കൊണ്ട് കൊടുക്കുക. കാരണം കോഴിക്കോട് വില കൂടുതൽ കിട്ടും. അത് ഞാൻ പറയുന്നത് എന്താണ്? അതിനാണ് പറയുന്നത് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഓക്കെ.